വയനാട്ടിൽ വനംവകുപ്പ് മയക്കുവെടി വെച്ച മുട്ടിക്കൊമ്പനെ അല്പസമയത്തിനകം കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കും. ഉൾവനത്തിൽ മയങ്ങിയ കൊമ്പനെ കുംകിയാനകൾ തളച്ചിരിക്കുകയാണ്. താത്തൂർ വനമേഖലയ്ക്ക് സമീപമുള്ള ഓനച്ചൻ കവലയിൽ പുലർച്ചെ 3 മണിയോടെയാണ് ദൌത്യസംഘം ആനയെ മയക്കുവെടി വെച്ചത്. ദീപക് മോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ദീപക് മോഹൻ, എന്തായാലും മുട്ടിക്കൊമ്പനെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ശ്രുതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വടക്കനാടുകാരുടെ ഉറക്കം കെടുത്തിയ മുട്ടിക്കൊമ്പൻ ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. വനംവകുപ്പ് രാവിലെ തന്നെ പുലർച്ചയോടുകൂടി തന്നെ ഈ ഓനച്ചൻ കവലയിൽ വെച്ച മയക്കുവെടി വെച്ച കാട്ടാനയെ മയക്കുവെടി വെച്ചത്. പിന്നീട് 3 തവണ മയക്കുവെടി ഉതിർത്തു. അതിനൊടുവിലാണ് കൊമ്പൻ നിയന്ത്രണത്തിലായത്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ ഈ കാട്ടാനയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വനംവകുപ്പ് രാവിലെ 3 മണിയോടുകൂടിയാണ് ഈ ദൗത്യം ആരംഭിച്ചത്. 3 തവണ മയക്കുവെടി വെച്ചാണ് ആന നിയന്ത്രണത്തിലായത്. RRT ടീം അംഗങ്ങളും അതോടൊപ്പം വനംവകുപ്പിന്റെ മെഡിക്കൽ ടീം അടക്കമുള്ള ആളുകൾ രാത്രിയോടുകൂടി തന്നെ ആനയുടെ മേഖല സ്ഥിരീകരിച്ചിരുന്നു. പിന്നീടാണ് മയക്കുവെടി ദൗത്യം ആരംഭിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലാണ് ഈ മുട്ടിക്കൊമ്പനെ പിടികൂടി ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. 3 റൗണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കാട്ടാനയെ ഈ വനംവകുപ്പിന് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് കയറ്റി പുറത്തേക്കുന്നത്. TT1, അതായത് താത്തൂർ ടസ്കർ 1 എന്നാണ് വനംവകുപ്പ് ഈ ആനയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 7 വർഷത്തിലധികമായി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം ഈ കാട്ടാന വിതയ്ക്കുന്നുണ്ട്. പുലർച്ചയോടുകൂടി ജനവാസ മേഖലയിൽ എത്തുന്നു. കൃഷിയിടത്തിൽ ഇറങ്ങുന്ന ആന കൃഷികളെല്ലാം തന്നെ ചവിട്ടിമെതിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. മുൻപ് വടക്കനാട് ഇറങ്ങി ഭീതി പരത്തിയ മറ്റൊരു കാട്ടാനയെ നാളുകൾക്ക് മുൻപാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ചത്. ഇന്നിപ്പോൾ വീണ്ടും മയക്കുവെടി ദൗത്യം കണ്ടിരിക്കുന്നു. 13 ദിവസത്തെ ദൗത്യത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ കൂടിയാണ് ഈ കാട്ടാനയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. പിന്നീട് അതിനുശേഷം ആനയെ JCB ഉപയോഗിച്ച് ഉൾവനത്തിൽ റോഡുണ്ടാക്കി ഈ ലോറി ആനയുടെ അടുത്തേക്ക് എത്തിച്ചു. മയക്കുവെടി വെച്ച ഈ കാട്ടാനയെ 2 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മറ്റ് 2 കുങ്കിയാനകൾ കൂടി വനമേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് കൊണ്ടുവന്ന 4 കുങ്കിയാനകളെ ഇവിടെ എത്തിച്ച് ഈ ദൗത്യത്തിൽ പങ്കാളികളായി മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നെത്തുന്ന പ്രമുഖ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ, സൂര്യ, കോന്നി സുരേന്ദ്രൻ എന്നിങ്ങനെ 4 കുങ്കിയാനകളെ എത്തിച്ചാണ് ഈ ദൗത്യം ആരംഭിച്ചത്. 3 മണിയോടുകൂടി ആദ്യ വെടിയുതിർത്തു. എന്നാൽ പിന്നീട് ആന ഉൾവനത്തിലേക്ക് കയറിപ്പോയി. ഉൾവനത്തിനകത്തും വനംവകുപ്പിന്റെ ജീവനക്കാർ ആനയെ പിന്തുടർന്നു. അതിനുശേഷമാണ് ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് ഒരു പ്രത്യേക മേഖലയിലേക്ക് തളച്ചത്. ഈ വാഹനം കാണാം നമുക്ക്. ഈ വനംവകുപ്പിന്റെ വാഹനം താത്തൂർ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിനിടെ ഒരു ഭാഗം വാഹനത്തിന്റെ ഒരു ഭാഗം സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആനയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വനംവകുപ്പ് ശ്രമിക്കുന്നു. വനംവകുപ്പിന്റെ RRT ടീം അംഗങ്ങളുണ്ട്. വാഹനത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഭാരം പോയതിനാൽ തന്നെയാണ് വാഹനം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വനംവകുപ്പ് ജീവനക്കാർ അടക്കമുള്ള ആളുകൾ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. താത്തൂർ ഫോറസ്റ്റ് മേഖലയിലും ഒപ്പം വള്ളുവാടിയിലും വടക്കനാടും ഒക്കെ കഴിഞ്ഞ 13 ദിവസങ്ങളായി പുലർച്ചെയൊക്കെ തന്നെ വനമേഖലയിൽ വനംവകുപ്പ് ഈ കാട്ടാനയെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കൃത്യമായി അനുയോജ്യമായ സ്ഥലത്ത്, ഉചിതമായ സ്ഥലത്ത് മയക്കുവെടി വെക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു വനംവകുപ്പ്. തുടർന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടി തെർമൽ ഡ്രോണിൽ കാട്ടാന ഉള്ള സ്ഥലം സ്ഥിരീകരിച്ചത്. ആ മേഖലയിലേക്ക് എത്തി വെടിയുതിർക്കുകയായിരുന്നു. അതേസമയം മയക്കുവെടി ഡോസ് പോരാതെ വരികയും പിന്നീട് 2 തവണ മയക്കുവെടി വെക്കുകയുമായിരുന്നു. അങ്ങനെ 3 തവണയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ചത്. അങ്ങനെയാണ് ഈ കാട്ടാനയെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും മുത്തങ്ങയിൽ ഈ ആനയെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കൂടുകൾ സജ്ജമാണ്. ആനയെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഒഴിഞ്ഞോ? തീർച്ചയായിട്ടും ഒരു ആശങ്ക ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി മുത്തങ്ങയിലുള്ള ആശങ്ക എന്താണെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ ഒരു മുട്ടിക്കൊമ്പൻ പോയാൽ അടുത്ത മുട്ടിക്കൊമ്പൻ ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതായത് മുൻപ് ഈ മേഖലയിൽ ഇറങ്ങിയിരുന്ന ആനകൾ, അത് 3 ആനകളായിരുന്നു. ഒന്ന് ഈ കാണുന്ന മുട്ടിക്കൊമ്പൻ, മുൻപ് വനംവകുപ്പ് അതിനെ പിടിച്ച് ഇപ്പോൾ കുങ്കിയാനയായി മാറ്റിയിരിക്കുന്ന വടക്കനാട് കൊമ്പൻ. ഇനി മറ്റൊരു കാട്ടാന കൂടി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ചുള്ളിക്കൊമ്പൻ എന്നൊരു ആനയുണ്ടെന്നാണോ പറഞ്ഞത്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശ്രുതി, വനംവകുപ്പ് ഈ വാഹനം പുറത്തേക്ക് ഇറക്കി. പക്ഷെ ഒരു ഭാഗം താഴ്ന്ന പ്രദേശമായതിനാൽ ആ ഭാഗത്തേക്ക് വാഹനം ചെരിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള വാഹനം മാറ്റിയതിനു ശേഷം ഇവിടുന്ന് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വടക്കനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി സമാധാനമായി ഉറങ്ങാം. നേരത്തെ 3 ആനകളാണ് ഈ മേഖലയിൽ, ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി വിതച്ചത്. 1 മാസം മുൻപാണ്
ഈ പച്ചാടിക്കടുത്ത് വടക്കനാട് പച്ചാടിക്കടുത്ത് ഒരു യുവ കർഷകന്റെ ജീവൻ ഈ കാട്ടാന എടുത്തത്. അന്ന് മുതൽ തന്നെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന് ഒടുവിലാണ് വൈൽഡ് ലൈഫ് വാർഡൻ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നൽകിയത്. എന്നാൽ ആന പലപ്പോഴും വനം വകുപ്പിനെ വെട്ടിച്ചു കടന്നത് വനം വകുപ്പിന് മുന്നിൽ പ്രതിസന്ധിയായി. ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് കടന്നൽ കൂടി ഇളകിയതും വനം വകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ദൗത്യം ദുഷ്കരമായി. അതിനൊടുവിലാണ് പിന്നീട് വാഹനം എത്തിച്ച് ഈ ലോറി മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധിയുണ്ടോ? അതിപ്പോൾ മുന്നോട്ട് എടുക്കാൻ തുടങ്ങിയല്ലേ? ശ്രുതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ലോറിയുടെ മുൻഭാഗം ഒരു ഭാഗത്ത് ചെറിയൊരു ചാലുള്ളത് കൊണ്ട് തന്നെ വാഹനം ഒരു ഭാഗത്തേക്ക് ചെരിയുന്നൊരു സാഹചര്യം എത്തി. ഇപ്പോൾ തൊട്ടെതിർ ഭാഗത്ത് JCB എത്തിച്ച് ആ ഭാഗത്ത് നിരപ്പാക്കി ലോറി ഇവിടെ നിന്ന് കടത്തിവിടാനുള്ള നടപടികൾ വനം വകുപ്പ് ജീവനക്കാർ ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾ വലിയ ഒരു ആശ്വാസത്തിൽ തന്നെയാണ്. വളരെ ആശ്വാസമാണ്. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇതിൻ്റെ പുറകിൽ കൂടി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നായിട്ട് ഞങ്ങളോട് സഹകരിച്ചു. ഞങ്ങളും അതുപോലെ ആനയെ ഏത് പറമ്പിലേക്കാണ് പോകുന്നത്, ഏത് വഴിക്ക് പോകുന്നതെന്നുള്ളത് എല്ലാവരും വളരെ വൃത്തിയായി ഞങ്ങൾ കൈകാര്യം ചെയ്തു. 10-12 വർഷമായി ആന ഇവിടെ. ശ്രുതി, അത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. പോലെ 12 വർഷത്തിലധികമായി ഈ കാട്ടാനയുടെ ശല്യം ഈ മേഖലയിലുണ്ട്. വടക്കനാട് എന്ന് പറയുന്നത് കർഷകർ താമസിക്കുന്ന ക്ഷീര കർഷകരൊക്കെയുള്ള ഒരു മേഖലയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിയൊന്നും തന്നെ നട്ട് സമാധാനത്തോടെ വളർത്തി വിളവെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനൊടുവിലാണ് ഈ കാട്ടാനകൾ പിന്നീട് ഇടയ്ക്കിടെ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും കൃഷിയൊക്കെ നശിപ്പിക്കുകയും ചെയ്തത്. അതിനിടയിൽ തന്നെ നിരവധി ആളുകളുടെ ജീവനെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. നിലവിൽ വടക്കനാടുകാരുടെ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വനംവകുപ്പിന്റെ മെഡിക്കൽ ടീമുണ്ട്, മയക്കുവെടി സംഘം, അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം, വനംവകുപ്പ് ജീവനക്കാർ, RRT അംഗങ്ങൾ, 4 റേഞ്ചിൽ നിന്നുള്ള വനംവകുപ്പ് ജീവനക്കാരുടെ ഒപ്പം 4 കുങ്കിയാനകളുടെയും സഹായത്തോടു കൂടിയാണ് ഈ ദൗത്യം ആരംഭിച്ചത്. എല്ലാ ദിവസവും രാത്രിയോടുകൂടി തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് വനംവകുപ്പ് ജീവനക്കാർ ലൊക്കേഷൻ പരിശോധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി ഈ മേഖലയിൽ ആനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ഈ ഉൾവനത്തിൽ കാട്ടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ചതുപ്പ് നിറഞ്ഞ സ്ഥലത്താണ് ആനയെ ലൊക്കേറ്റ് ചെയ്തത്. പിന്നീടായിരുന്നു മയക്കുവെടി ദൗത്യം ആരംഭിച്ചത്. ഏതായാലും ആനയെ പിടിച്ചു. അതെ, ആനയെ പിടിച്ചു. ഇത് ഒരുപാട് ഒരു മാസമായിട്ടിപ്പോൾ രജീവിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. എന്നാണ് ആനയെ പിടിക്കാൻ സാധിച്ചത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. എന്തായാലും അവരെ ആ കാര്യത്തിൽ വളരെ അഭിനന്ദിക്കുന്നു. കാരണം ഈ ആന മറ്റുള്ളവരെ അപേക്ഷിച്ച് ഭയങ്കര. ഇപ്പോൾ മറ്റൊരു ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയുണ്ടോ ഇവിടെ? ചുള്ളിക്കൊമ്പൻ ആന ഒരുപാട് ആനകളുണ്ട്. ചുള്ളിക്കൊമ്പൻ ആനയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ നാട്ടിൽ പ്രശ്നമുണ്ടായിരുന്ന ആന ഈ മുട്ടിക്കൊമ്പനാണ്. ശ്രുതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് കയറ്റിയ കൊമ്പനെ TT1 താത്തൂർ ടസ്കർ 1നെ ഇപ്പോൾ മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആളുകൾ കരഘോഷം ഉയർത്തുന്നുണ്ട്. പ്രദേശവാസികൾ അവരുടെ സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും കാട്ടാനയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നു. 13 ദിവസത്തെ ദൗത്യം. 13 ദിവസത്തിനൊടുവിൽ വനംവകുപ്പിലെ 100-ലധികം വരുന്ന ജീവനക്കാർ, അതിനൊടുവിൽ 4 കുങ്കിയാനകൾ, അങ്ങനെ സർവ്വസജ്ജമായി വനത്തിലേക്ക് ഇറങ്ങി വനംവകുപ്പ് ഈ ദൗത്യം ഒടുവിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. 13ാം ദിവസം ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. വനംവകുപ്പിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച കൂട് മുത്തങ്ങയിൽ തയ്യാറാണ്. അങ്ങോട്ടേക്കാണ്. എന്തായാലും 13 ദിവസത്തെ ദൗത്യത്തിനാണ് ഇന്ന് പുലർച്ചെയോടെ ഫലം കണ്ടത്. മുട്ടിക്കൊമ്പനെ ഇപ്പോൾ കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ച് ഇനി മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.